കൂട്ടുകാരെ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ദോശയൊക്കെ ചൂടാൻ പറ്റിയാണ്. നമ്മളെ പിന്നെ മാവ് അരി കുതിർത്ത് വെക്കണ്ട, ഉഴുന്ന് കുതിർക്കണ്ട, ഒന്നും ചെയ്യണ്ട. എളുപ്പത്തിൽ നമുക്ക് 10-15 മിനിറ്റ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഒരു ദോശ ഉണ്ടാക്കണമെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അതാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അതിനായി ഞാൻ തന്നെ ഇവിടെ ഒരു കപ്പോളം നമ്മളെ പച്ചരി എടുക്കുന്നുണ്ട്. അളന്ന് ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. നമ്മൾ നല്ല ചെറിയൊരു കപ്പിന് ഉഴുന്നും എടുത്തിട്ടുണ്ട്. അത് ഇതിന്റെ കൂടെ തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. രണ്ടും കൂടെ ഒരുമിച്ച് കഴുകുന്നതായിരിക്കും നല്ലത്. അപ്പൊ നമ്മളത് കഴുകി വൃത്തിയാക്കി കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. നമുക്കൊരു 10 മിനിറ്റ് മാത്രം മതി ഇതൊന്ന് കുതിർക്കാൻ വേണ്ടി വെക്കാൻ. 10 മിനിറ്റ്, വേറെ സമയം കൂടുതലൊന്നും വേണ്ട. അപ്പൊ ഏകദേശം നമുക്ക് 10 മിനിറ്റ് വിട്ട് ആയിട്ടില്ല. നമുക്ക് ഇതൊന്ന് അരയ്ക്കാൻ വേണ്ടി ജാറിലോട്ട് മാറ്റാം. ഇനി ഇതിനകത്തോട്ട് നമ്മൾ ചേർക്കുന്ന ഒരു തക്കാളി രണ്ടായിട്ട് മുറിച്ചെടുത്തതാണ്. ഇനി ഒരു ടീസ്പൂൺ നമ്മൾ ചെറിയ ജീരകമാണ്, അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ കൂട്ടുകാരെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ മാറ്റാം. ഈ ഒരു പരുവത്തിലാണ് നമ്മൾ അരച്ചെടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് പാകത്തിനനുസരിച്ചുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി വെച്ച് പുളിക്കുകയോ ഒന്നും വേണ്ട. നമുക്ക് ഇപ്പം തന്നെ ദോശ ചുട്ട് എടുക്കാവുന്നതാണ്. ഈ ഒരു പരുവാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ. അടുത്ത് നമ്മൾ വെച്ച് കൊടുത്തിരിക്കുന്ന ദോശക്കല്ല് വെച്ചിട്ടുണ്ട്. പാനായാലും കുഴപ്പമില്ല. ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് ഓയിൽ എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇനി മാവ് ഒഴിച്ചു കൊടുക്കാം. എത്ര രീതി വേണോ ആ രീതി പരത്തിയെടുക്കാം. ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്കിപ്പോൾ ഏതാണോ വേണ്ടത്, നെയ്യാണെങ്കിൽ നെയ്യ് ഒഴിച്ചാലും കുഴപ്പമില്ല. കുറച്ച് ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊന്ന് തിരിച്ചിടാം. അപ്പൊ ഇതേപോലെ തന്നെ എല്ലാ ദോശ നമുക്കൊന്ന് ചുട്ടെടുക്കാം. അപ്പൊ കൂട്ടുകാരെ നമ്മൾ ദോശ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ അരച്ച് വെച്ച് കുതിർത്ത് വെച്ച് പിന്നെ മണിക്കൂറുകളോളം കാത്തിരുന്ന് അതിന്റെ ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഈ രീതി ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റ് ആണ്. അത് എന്തെങ്കിലും സാധനം കുറയ്ക്കണമെന്ന് തോന്നി നമ്മൾ പെരിഞ്ചീരകട്ടില്ലേ, അത് കുറയ്ക്കണമെന്ന് തോന്നിയാൽ കുറയ്ക്കുക. പിന്നെ ഉഴുന്ന് വേണമെങ്കിൽ കുറയ്ക്കാം. ഇതെല്ലാം ചെയ്യാം. നിങ്ങളുടെ ഒരു പരുവത്തിൽ നോക്കി ചെയ്തെടുത്താൽ മതി. അടിപൊളിയാണ്, പെട്ടെന്ന് ചെയ്യാം. അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും പറയാം കൂട്ടുകാരെ.